ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഒരു ക്രിസ്മസ് പാപ്പയുടെ വേഷം കെട്ടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ക്രിസ്മസ് പാപ്പയുടെ പോലത്തെ 2 തൊപ്പികൾ കൊണ്ടുവന്നിരുന്നു. ഒന്ന് തമ്പുരുനും ഒന്ന് യേശുസിന് ഉറങ്ങാണ് കേട്ടോ. അവൻ ഡ്യൂട്ടി കഴിഞ്ഞ് 8:30 കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് വെറുതെ ക്രിസ്മസൊക്കെ അല്ലേ, ഒന്ന് ടൗണിൽ കൂടെ കറങ്ങിയാലോ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങളന്ന് റെഡിയാണെന്ന് കരുതി. തമ്പുരുൻ്റെ വേഷം കണ്ടിട്ട് റൂബി ആകെ പേടിച്ചു, ഇതാരാണെന്ന് വിചാരിച്ചിട്ട്. റൂബി വന്ന് ഇങ്ങനെ പേടിച്ച് നോക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അവനെ തൊട്ട് തലോടി, എടാ ഇത് നമ്മുടെ തമ്പുരു തന്നെയാണെന്നൊക്കെ പറഞ്ഞു. യേശുസി നല്ല ഉറക്കമാണ്. അപ്പം ഞങ്ങളുടെ പണിയൊക്കെ വേഗം ഒരുക്കിയിട്ട് ടൗണിലേക്ക് പോകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പ അതാ റെഡിയായി ഇറങ്ങി, ഏട്ടനിറങ്ങി, തമ്പുരു യേശുസിനെയൊക്കെ എണീപ്പിച്ച് ഞങ്ങൾ റെഡിയാക്കി. ഇപ്പോൾ ഏട്ടത്തി വന്ന് ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ വെറുതെ ടൗണിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അതൊരു ട്വിസ്റ്റ്, ഞാൻ വഴിയെ പറയാം. പപ്പായും അമ്മയൊക്കെ ആകെ സന്തോഷത്തിലാണ്. ഇങ്ങനെ എല്ലാവരും പുറത്ത് പോയിട്ട് കുറേയൊക്കെ ആയി, കുഞ്ഞാവയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പോണത് എല്ലാവരും കൂടെ ഒന്നിച്ച്. അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും. ഞങ്ങൾ വിചാരിച്ചു ടൗണിലൊക്കെ നല്ല ബ്ലോക്കാവും ക്രിസ്മസ് പ്രമാണിച്ചെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കോട്ടയം ഇങ്ങനെ തീരെ തിരക്കും കാര്യങ്ങളൊന്നുമില്ലാതെ കാണുന്നത്. ഇത് ചുങ്കം പള്ളിയാണ്. അവിടെ ഡെക്കറേഷനൊക്കെ കുറവാണ്. ഞാൻ വിചാരിച്ചത് പോലെയൊന്നും ആയില്ല. ടൗണിലും അങ്ങനെ ഒട്ടും തിരക്കില്ല. എല്ലാവരും ഷോപ്പൊക്കെ വേഗം അടച്ചു പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ ടൗണിൽ ചെന്നപ്പോൾ ഒരു തിരക്കും ഇല്ല, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല, ഒരാളും അനക്കവും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 9:30-10 മണി ആയിട്ടുണ്ടായിരുന്നു ടൗണിലെത്തിയപ്പം. ഞങ്ങളൊരു 9:45 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ടൗണിലേക്ക് ഒരു 3.5 കിലോമീറ്റർ 4 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നമുക്ക് ലുലുമാൾ വരെ ഒന്ന് പോയി നോക്കാം, തിരക്കാണെങ്കിൽ കയറണ്ട, തിരക്കില്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലുലു ഓപ്പണായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ടെസ്റ്റ്. ഞങ്ങൾ നേരെ ലുലു മാളിലേക്ക് പോയി. ഒരു വഴക്കും കാര്യങ്ങളൊന്നും ഇല്ല. അവന് യാത്ര ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇത് കോട്ടയം ചിൽഡ്രൻസ് പാർക്കാണ്. ഏകദേശം ലുലുമാൾ എത്തിയിരിക്കുന്നു. ചെറുതായിട്ട് ചെറിയ ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കയറണോ വേണ്ടതെന്ന് വിചാരിച്ച് ഇങ്ങനെ കയറുകയാണ് എന്നെ കൽപ്പിച്ച്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു 10:15 കഴിഞ്ഞു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നോക്കുകയാണ് കയറാൻ പറ്റുന്ന രീതിയിൽ. എല്ലാവരും ഹാപ്പിയാണ്. എല്ലായിടത്തും ആൾക്കാർ കൂടി നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. വലിയ ക്രിസ്മസ് ആയിട്ട് എന്താണെന്നറിയില്ല. ഞങ്ങൾ 1-2 പേരോടൊക്കെ അന്വേഷിച്ചപ്പം ലുലുമാളിലേക്ക് പോകേണ്ട, ഭയങ്കര തിരക്കാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും ക്രിസ്മസിന് തലേദിവസം 24th ആയതുകൊണ്ടിട്ടാവാം തിരക്കൊക്കെ കുറവായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഏകദേശം അടയ്ക്കാറായ ടൈമും ആയിരുന്നു, 10:15 അപ്പം തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞതായിരുന്നു തോന്നുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗൈസ്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോഴേക്കിന് തന്നെ 11:15 അപ്പോൾ ലുലുമാൾ അടയ്ക്കാറായി. അപ്പോൾ അനൗൺസ്മെൻ്റൊക്കെ ആയിരുന്നു. ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്, തമ്പൂരാണെങ്കിൽ എസ്കലേറ്ററിൽ കയറണം. അങ്ങനെ അവളിങ്ങനെ വഴക്കുപിടിച്ച് നടന്നു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ തന്നെ കണ്ട് കഴിയട്ടെ എന്നുള്ള രീതിയിൽ, ഇത് ഏട്ടനാണ്, ഇത് അമ്മയാണ്, 2 പേരും കൂടെ, ഞാനും എൻ്റെ അച്ഛയും. അച്ഛന്നല്ല, ഞാൻ പപ്പാനെ വിളിക്കുക, തമ്പൂരിൻ്റെ പപ്പ. ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. ഏകദേശം ചില സാധനങ്ങൾക്കൊക്കെ ഓഫറുകളുണ്ട്. പിന്നെ ബേബീസിന് ഞങ്ങൾ പാമ്പേഴ്സ് അങ്ങനെയുള്ളതൊക്കെ പോയി നോക്കി. അത് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. കൂടുതൽ ആൾക്കാർ വെറുതെ ലുലുമാൾ കണ്ട്
പോരാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ്. ചിലവരൊന്നും പർച്ചേസിങ് തന്നെ ചെയ്യാറില്ല, വെറുതെ ലുലുമാളൊക്കെ നടന്ന് കണ്ടിട്ട് പോരുകയാണ്. ഞങ്ങളും വെറുതെ എന്തെങ്കിലുമൊക്കെ ഒത്തു കിട്ടിയാൽ വാങ്ങണം, എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയിരുന്നത്. പക്ഷേ ബില്ലിംഗ് സെക്ഷൻ ഭയങ്കര തിരക്കാണ്. ഒരു സാധനം വാങ്ങി ബില്ലാക്കി കിട്ടാൻ തന്നെ കുറേ ടൈം എടുക്കും. അത് കാരണം ഞങ്ങളിതൊക്കെ നടന്ന് കണ്ടു. തമ്പൂരിനാണെങ്കിൽ ചോക്ലേറ്റ് അങ്ങനെയുള്ള ഓരോ സെക്ഷനിൽ നിന്നും അവൾക്ക് ഓരോരോ ആവശ്യങ്ങളാണ്. ഈ ചുട്ടനൊരു വഴക്കുമില്ല. രേഷ്മയുടെ തോളത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവനെ കൊണ്ട് ട്രാവൽ ചെയ്യാനൊരു കുഴപ്പമില്ല കേട്ടോ, അവൻ ഒതുങ്ങിയിരുന്നോളും. അവനെ കൊണ്ട് വഴക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് തന്നെ ഒരു ഭാഗ്യമാണ്. എൻ്റെ തമ്പുരുമൊക്കെ ആണെങ്കിൽ തീരെ പറ്റില്ലായിരുന്നു അവളെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞായിരുന്നപ്പോൾ. ഇനി എന്തായാലും എൻ്റെ അച്ഛൻ വന്നിട്ട് സമയം പോകാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരാൻ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കുറവേ കോട്ടയത്ത് ഉണ്ടായിരുന്നുള്ളൂ, അതും ഓക്കെ ആയി. ഇപ്പം എൻ്റെ ലാംഗ്വേജ് ആണെങ്കിൽ കോട്ടയവും മലപ്പുറവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ കലർന്നൊരു സ്ലാങ്ങിലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷനിലായിരുന്നു. നല്ല ഫ്രഷാണ്, എല്ലാം നല്ല ഫ്രഷ് ഐറ്റംസാണ്. ഞങ്ങൾ എപ്പോഴും പിരിപ്പിരിയാണ് ട്രൈ ചെയ്യാറ്. ഇത്തവണ ഞങ്ങൾ മലബാർ ഗ്രിൽഡ് സ്പൈസിയാണ് ഞങ്ങൾ നോക്കിയത്. അത് സ്പൈസി എന്നൊന്നും പറയാനില്ല, പക്ഷേ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പൈസി ആയിരുന്നില്ല. എനിക്ക് നല്ല സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. തമ്പുരുവിൻ്റെ റോസ്റ്റാണ് നിന്നിരുന്നത്. ഇത് ഞങ്ങളുടെ നെയ്ബേഴ്സാണ്. അവിടെ വെച്ച് ഞങ്ങൾ നെയ്ബറിനെ കണ്ടതാണ്, തമ്പുരുവിൻ്റെ വീണി ചേച്ചി. ഞങ്ങളുടെ പഴയ വീഡിയോസൊക്കെ ഇവരുണ്ടാവും. അതാണ് അവർ തമ്മിലുള്ള സ്നേഹം പുതുക്കലാണിത്. ഇപ്പോൾ അവർ ഞങ്ങളുടെ അടുത്തല്ല താമസിക്കുന്നവർ, വേറെ കുട്ടികളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ലോങ്ങായി. കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരിപ്പോൾ. SH രണ്ടുപേരും പഠിക്കുന്ന വേണിങ്കിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി. ബിൽഡിങ്ങിൻ്റെ അവിടെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. ഐസ്ക്രീമും കഴിച്ചു. ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ബില്ലിംഗ് സെക്ഷനിൽ പെട്ടുപോയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു സമയത്തായില്ല, അനൗൺസ്മെൻ്റ് ആയിട്ടുണ്ട്, ഇപ്പം തന്നെ 11:15. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. തമ്പുരു ആ ജോക്കറിൻ്റെ കൂടെ നിന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളും, ജോക്കറല്ല ബഫൂണല്ലേ, അതിനൂടെ ഇരുന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ലുലുമാളുടെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്, അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. എൻ്റെ കയ്യിലൊക്കെ സാധനങ്ങളാണ്. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കലെല്ലാം കൂടെ ബുദ്ധിമുട്ടാണ് ഇവരെ കൊണ്ടിട്ട്. അത് കാരണമാണ് വീഡിയോസൊക്കെ ഭയങ്കര ഷേക്കായിട്ടിരിക്കുന്നത്. തമ്പുരു ആകെ സന്തോഷത്തിലാണ്. വീട്ടിൽ ചെന്നാൽ പടക്കം പൊട്ടിക്കണേ എന്ന് പറഞ്ഞിരിക്കുക. ഇപ്പം സമയം ഏകദേശം 11:30 ആവാറായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. വാങ്ങിയ ഫുഡ് ഒരു പ്രാവശ്യം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. രാത്രിയിലത്തെ ഫുഡും എല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഇറങ്ങിയത്. ഇത് വാങ്ങണമെന്ന് കരുതിയതല്ല. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും കഴിക്കിയതായിട്ട് പപ്പ വേഗം അത് കയ്യിൽ കൊണ്ടിട്ട് പിടിച്ച് പറിച്ച് എല്ലാവർക്കും കൊടുത്തു. തമ്പുരു പടക്കം പൊട്ടിച്ചിട്ടേ കിടക്കുള്ളൂ എന്ന് പറഞ്ഞ കാരണം 2-3 കമ്പിത്തിരി മാത്രം ഞങ്ങൾ. അപ്പോൾ സമയം ഏകദേശം 12:30 എല്ലാവരും അയൽവക്കംകാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 കമ്പിത്തിരിയും ഒരു മത്താപ്പും ഒക്കെ പൊട്ടിച്ച് ഞങ്ങൾ രാത്രിയിൽ കിടന്നു.